രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ സ്വകാര്യ കോച്ചിങ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയതിനെതിരെ ആ കോച്ചിങ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയ വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് ഉച്ചയോടുകൂടി വന്ന് പ്രഖ്യാപിക്കുകയാണ്, രാജ്യത്ത് നടപ്പിലാക്കിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കഷ്ടപ്പെട്ട് ഒരു വർഷക്കാലം മുഴുവൻ കേരളത്തിലും ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും തങ്ങളുടെ +2 പഠനത്തിന് ശേഷം 1ഉം 2ഉം തവണ റിപ്പീറ്റും റിപ്പീറ്റും അതിൽ കൂടുതൽ തവണ റിപ്പീറ്റും ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഇതേ പരീക്ഷ മെയ് മാസം 6 നടക്കുമ്പോൾ വിചിത്രമായ ഒരു ഉത്തരവ് രാജ്യത്തിൻ്റെ NTA പുറത്തിറക്കിയിരുന്നു. അത് ഇന്ന് സംസ്ഥാനത്ത് രാജ്യത്ത് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും ശനി ഞായർ ദിവസം, അതായത് ഈ നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകും. കാരണം എന്താണ് അവർ ഉത്തരമായി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അതിന് ഉത്തരമായി നൽകിയത്, പരീക്ഷയ്ക്ക് കോപ്പിയടി സംഭവിക്കുന്നു, ആൾമാറാട്ടം സംഭവിക്കുന്നു, അതൊഴിവാക്കാനാണ് നിങ്ങൾക്ക് ക്ലാസ് മുറികളെന്ന്. ആ ക്ലാസുകൾ MBBSകാർക്ക് വെച്ചതിനെതിരെ അന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തി. എന്നിട്ടും അവർ ക്ലാസുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ക്ലാസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ വന്നില്ല. എന്നാൽ ഇന്നെന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, അവരുടെ കഷ്ടപ്പാട്, രാവന്തിയോളം പകലും രാത്രിയുമില്ലാതെ മണിക്കൂറുകൾ ഇരുന്നു പഠിച്ച് അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഇല്ലാത്ത പണം ചെലവഴിച്ച് നീറ്റിന് പറഞ്ഞയച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇന്നത്തോടുകൂടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏതു പരീക്ഷയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് രാജ്യത്ത് ഏറ്റവും നല്ല നിലയിൽ ക്രമക്കേടൊന്നുമില്ലാതെ ചട്ടങ്ങൾ പാലിച്ച് ഏറ്റവും മാതൃകാപരമായി പരീക്ഷ നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. അതിന് രാജ്യത്തെ RSSന് കഴിയില്ല. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളെയും ഇല്ലാതാക്കുന്ന RSSന് അത് കഴിയില്ല.